വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട് 1 ഇയർ ആവുകയാണ്. സോ 2023 17th നവംബറിലാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അതും. അതായത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എന്തൊക്കെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ബ്രീഫായിട്ട് ഞാൻ വെറുതെ ഒന്നിങ്ങനെ സംസാരിച്ച് പോയതാണ് ആ വീഡിയോയിൽ. സോ അവിടെ നിന്ന് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം. സോ താങ്ക്സ് ടു യു ഓൾ, താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു മൈ ഫാമിലി, ഫ്രണ്ട്സ്, എവ്രി വൺ ഹു ഹാവ് സപ്പോർട്ടഡ് മീ ഇമ്മെൻസ്ലി ഇൻ ദിസ് ജേർണി. സോ ഇന്ന് അവരെ ഓരോരുത്തരെയും നമ്മൾ എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ബിക്കോസ് ഐ ഫീൽ സോ മച്ച് ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ, അതായത് 1 ഇയർ എന്നെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിലായിക്കോട്ടെ, പേഴ്സണാലിറ്റിയിലായിക്കോട്ടെ, എൻ്റെ പെർസ്പെക്റ്റീവിലായിക്കോട്ടെ, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വെൻ ഐ ലുക്ക് ബാക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നോളജും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. നല്ല രീതിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് താങ്ക്സ് ടു ഹർ, ലക്ഷ്മി. സോ യു മേ ബി നോയിങ് ഹെർ ഫ്രം ഹർ യൂട്യൂബ് ചാനൽ. ഷീ ഈസ് എ വെരി ഗുഡ് യൂട്യൂബർ. സോ ഐ പിൻ ഹർ ചാനൽ ഡൗൺ. അപ്പോൾ ആള് ഭയങ്കര മോട്ടിവേഷനായിരുന്നു എനിക്ക് എൻ്റെ സ്റ്റാർട്ടിങ് ടൈം. കാരണം അവളും ഞാനും പറയുമ്പോൾ കുറേയൊക്കെ ഈ കാര്യത്തിൽ സിമിലാരിറ്റീസ് ഉണ്ട്. വീഡിയോസ് ചെയ്യുക, അങ്ങനത്തെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ അതേപോലെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അവളും. സോ ആ ഒരു വേവ് ലെങ്ത് വളരെയധികം സിമിലർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. അവളുടെ ഒരു മേജർ പുഷ് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ വീഡിയോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കുക്കറി ചാനലിൽ നമുക്ക് ഉണ്ടാവുന്ന വീഡിയോസ് പോലെയൊക്കെ ഞാൻ കാട്ടിക്കൂട്ടാറുണ്ട് വീട്ടിൽ. പക്ഷെ എന്നാലും ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് നവംബർ 17 വരെ, കഴിഞ്ഞ വർഷം നവംബർ 17 വരെ എനിക്കുണ്ടായിരുന്നില്ല. അവളൊരു വീഡിയോ ചെയ്തു ഇതുപോലെ ഇൻട്രോ പറഞ്ഞിട്ട്. ആൻഡ് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എനിക്കും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തൊക്കെയൊക്കെയോ എക്സ്ക്യൂസസ് കൊണ്ട് ഞാൻ പിൻവലിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് ഐഷു ചെയ്, എന്ത് സംഭവിക്കാനാ, എന്തിനെങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ തന്നിട്ട് വീഡിയോസ് ഇട്ടതാണ്. സോ താങ്ക്സ് ടു ഹർ. ആ ഒരു പുഷ് ഐ നീഡഡ് ദാറ്റ്. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് മൈ ഫാമിലി. അതായത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു, എല്ലാത്തിനും മുന്നേ ഭഗവാനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ദ നെക്സ്റ്റ് തിങ് ഇസ് മൈ ഫാമിലി. അപ്പോൾ മൈ ഫാമിലി ഈസ് മൈ സ്ട്രെങ്ത്. സോ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എനിക്കിതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ കൂടുതൽ വീഡിയോസും എൻ്റെ ഈ ഒരു വീട്ടുകാരെ ചുറ്റിപ്പറ്റിയിട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. അതായത് നമ്മളൊന്ന് പിൻവലിഞ്ഞ് നിൽക്കുമ്പോൾ നീ വീഡിയോസ് ചെയ്തില്ലേ എന്ന് ചോദിക്കണ ഒരവസ്ഥയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. സോ താങ്ക്സ് ടു ദെം. എൻ്റെ സിസ്റ്റർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ എന്ത് ചെയ്താലും അവൾ സപ്പോർട്ട് ചെയ്യും. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എൻ്റെ ഭയങ്കര ഹാർഡ് കോർ സപ്പോർട്ടറാണ് എൻ്റെ അനീതി എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്താലും ഞാനുണ്ട് എന്നുള്ള സെറ്റപ്പിലാണ് അവൾ ഇരിക്കുക. അപ്പോൾ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഹെർ ഇൻ മൈ ലൈഫ്. And the next thing is that my best friends. I have a very superb bunch of friends that I have. അതായത് നമ്മൾ വീഡിയോസ് ചെയ്യാൻ വൈകിയാലോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്തില്ലെങ്കിലോ എന്താ വരാത്ത എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നല്ല നല്ല ക്രിറ്റിസിസം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്താൽ ശരിയാണ്, ഇങ്ങനെ ചെയ്താൽ ശരിയാണ് എന്നൊക്കെ പറയുന്ന സജഷൻസ് തരുന്ന ഫ്രണ്ട്സ് ഉണ്ട്. സോ ഐ ആം വെരി മച്ച് ബ്ലെസ്ഡ് വിത്ത് എ ബഞ്ച് ഓഫ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. അതായത് കോൺസ്റ്റൻ്റ്ലി നമ്മളെ ആ ഒരു നമ്മളൊന്ന് ബാക്കിലേക്ക് വലിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രീതിക്ക് ഒന്ന് പുഷ് ചെയ്ത് നിന്നെ കൂടി പറ്റും, നിസ്സാരം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്ത് എന്നെ വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടി നല്ല രീതിക്ക് എന്താ പറയുക
ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. സോ അവരും കാരണമാണ് നമ്മൾ 1 year കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് 750+ സബ്സ്ക്രൈബേഴ്സ് ഐ ഹാവ്. വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ യു ഓൾ. ബിക്കോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഫാമിലി പോലെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ എത്രത്തോളം റോ ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റോ ആയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യാറ്. ആർട്ടിഫിഷ്യാലിറ്റി വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ കോർ ക്യാരക്ടേഴ്സ് കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് വീഡിയോയിൽ ഒരാളും നേരിട്ടൊരാളും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആവുമല്ലോ. സോ അത് ഒഴിവാക്കി മാക്സിമം ഞാനായിട്ട് തന്നെയാണ് വീഡിയോസിൽ വരാറ്. എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാറ്. അതായത് മേക്കപ്പ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും എൻ്റെ ബിസിനസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോസായിട്ട് കൊണ്ടുവരാറ് മോസ്റ്റ്ലി. സോ അതാണ് എൻ്റെ നീഷ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോഴേ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ നീഷ്, ഇതൊരു കുക്കിംഗ് ചാനലാണ് അല്ലെങ്കിൽ ഇതൊരു ബ്യൂട്ടി വ്ളോഗിങ് ചാനലാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കില്ല. അങ്ങനെ ഇപ്പോൾ മേക്കപ്പ് വീഡിയോസ് വേണേൽ മേക്കപ്പ് വീഡിയോസ് മാത്രം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം അത്രയും നോളജ് അതിലില്ലാത്തത് കൊണ്ടാണ് മെയിൻലി. സോ കുറച്ച് എനിക്കറിയുന്ന ആ കാര്യത്തിൽ കുറച്ച് ചെയ്യും. പിന്നെ കുറച്ച് വീഡിയോസ്, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ മോസ്റ്റ്ലി കുറച്ച് കുക്കിംഗ് വീഡിയോസ് വരാറുണ്ട്. അങ്ങനെ ഉള്ളൊരു മിക്സ്ചറാണ് എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 750+, ഇപ്പോൾ കറൻ്റ്ലി 778 എന്തോ ആണ് ഞാൻ വീഡിയോ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 778 ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ വെരി ഗ്രേറ്റ്ഫുൾ for you all for that immense support that made me here. അതായത് 1 year ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കറിയാം എൻ്റെ ഒരു വീഡിയോസിൽ ഒരുപാട് തെറ്റും കുറ്റും ഒക്കെ ഉണ്ട്, കൺസിസ്റ്റൻസിയുടെ ഒരു കുറവുണ്ട്. മെയിൻലി എൻ്റെ ആ ഒരു ഷെഡ്യൂളിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് ഞാൻ പഠിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ കുറേ ഡിസിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി കുറവുണ്ട്. ആൻഡ് ഞാൻ വീഡിയോസ് കൂടുതലും ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ ഫോണിലാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ഭയങ്കര ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റ് ചെയ്യാൻ ഉള്ള ആ ഒരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. മേ ബി ഇതൊക്കെ ഒരു ലെയിം എക്സ്ക്യൂസസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം വീഡിയോസ് ചെയ്യാത്തതിൻ്റെ. ബട്ട് ഐ ഡോണ്ട് നോ. മെയിൻലി എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോസ് ചെയ്യാതിരിക്കുന്നത് ഞാൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് വൈകും. അപ്പോൾ സോ ഡെയിലി ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് ചെയ്യുക എന്നുള്ള അതൊരു ബുദ്ധിമുട്ടാണ്. കണ്ടന്റ് ദാരിദ്ര്യം എനിക്ക് ഭയങ്കരമാണ്. കാരണം എന്ത് ചെയ്താലാണ് ഇപ്പോൾ ആ ഒരു ഇപ്പം എനിക്കുള്ളൊരു ഓഡിയൻസ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണേന്നുള്ളതിൽ എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല 1 year ആയിട്ടും. ബട്ട് ഞാൻ നോക്കണ്ട, എന്താണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക എന്നുള്ളൊരു ഇമേജിലാണ് ഇരിക്കണേ. സോ ഞാൻ കൂടുതൽ എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യണേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും എൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യണേ എന്നൊക്കെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യും കാലക്രമേണ. സോ അതുവരെ താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ. ആൻഡ് നിങ്ങളുടെ ഒരു ടൈമിലെ ഒരു ചെറിയ പോർഷൻ, കൂടുതലും ഞാൻ ഷോർട്സാണ് പോസ്റ്റ് ചെയ്യാറ്, ആ ഒരു 1 minute എങ്കിൽ 1 minute എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടല്ലോ. സോ ഐ എം ഗ്രേറ്റ്ഫുൾ. ഐ എം ബിയോണ്ട് ബ്ലെസ്ഡ് ഫോർ ദാറ്റ് ടൈം. അപ്പോൾ ദാറ്റ്സ് ഓൾ. അത്രയും സിമ്പിളായിട്ട് എനിക്ക് പറയണം എന്നായിരുന്നു. അത് ഭയങ്കര വലിച്ചു നീട്ടി 10 minute എത്തി. ഞാൻ മാക്സിമം 5 minute സംസാരിക്കണം വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. സോ ഓവറോൾ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഇനിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു ലവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മുടെ ബൂസ്റ്റ് എന്ന് പറയുന്നത്. സോ hope you have enjoyed this video and my company along with it. So stay tuned for more videos like this and many more. പല സെക്ടേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എനിവേ, thank you for watching this video. Stay tuned for more. Bye bye.